കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈപ്പ് 2 ടൈപ്പിൽ അതായത് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ റീഡിങ്സ് തന്ന രീതിയിലുള്ള ന്യൂമറിക്കൽ ഓൺ വെഞ്ചുറിമീറ്റർ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ നാലാമത്തെ കാറ്റഗറി ആയിട്ട് ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻക്ലൈൻഡിൽ രണ്ടും ഉൾപ്പെടാം, വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ്. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ വെഞ്ചുറിമീറ്ററിൻ്റെ ഡീറ്റെയിൽസ് തന്ന ആ ന്യൂമറിക്കൽസ് എങ്ങനെയാണെന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ വെർട്ടിക്കലിൻ്റെ കേസിൽ നമുക്ക് ഡാറ്റം ഹെഡും കൂടി കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് എച്ച് എങ്ങനെയാണ് എടുക്കുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ പീസോമെട്രിക് ഹെഡ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് P1/ρg + Z1 - P2/ρg + Z2. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡിഫറൻഷ്യൽ മാനോമീറ്റർ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു x × SH/S0 - 1. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടക്കാം. A 200 mm by 100 mm Venturimeter is provided in a vertical pipe carrying water flowing in the upward direction. A differential mercury manometer connected to the inlet and throat gives a reading of 220 mm. Find the rate of flow. Assume ZD equal to 0.8. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യമായിട്ട് തന്നിരിക്കുന്നത് തന്നെ ഇതൊരു വെർട്ടിക്കൽ വെഞ്ചുറിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഡിഫറൻഷ്യൽ മാനോമീറ്റർ, മെർക്കുറി മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ മെർക്കുറി മാനോമീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് H equal to x × SH/S0 - 1 യൂസ് ചെയ്യണമെന്ന് എന്തായാലും തീരുമാനിക്കും അല്ലേ. പിന്നെ ആ റീഡിങ് എക്സ് എന്ന റീഡിങ് എത്രയാണ് തന്നിരിക്കുന്നത്? എക്സ് എന്ന റീഡിങ് തന്നിരിക്കുന്നത് 220 mm. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ CD എത്ര തന്നിട്ടുണ്ട്? 0.98. അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് 200/100 mm വെഞ്ചുറിമീറ്റർ, ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണ്? അതായത് ഡയമീറ്റർ ഓഫ് വെഞ്ചുറിമീറ്റർ അറ്റ് സെക്ഷൻ 1 വിൽ ബി ഈക്വൽ ടു 200. Okay, that means at inlet will be equal to 200, and diameter of Venturimeter at section 2, that means at throat, that will be equal to 100 mm. Okay, ഇതാണ് ഈ 200 mm/100 mm എന്നുള്ളതിൻ്റെ മീനിങ്. അതായത് ഇത് ഇൻലെറ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, ഇത് ത്രോട്ടിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇൻലെറ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ ഏരിയ π/4d² കണ്ടുപിടിച്ചൂടെ? അപ്പം ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ π/4d² കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0314 m² കിട്ടും. സിമിലർലി A2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ π/4d² കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0.00785 m² കിട്ടും. ഓക്കെ, ഇവിടെ D എത്ര കൊടുക്കേണ്ടത്? 0.1 മീറ്റർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ π/4 × 0.1 square will be equal to 0.00785 m². ഇനി നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SH എത്രയായിരിക്കും? SH will be equal to 13.6. SO എന്തായിരിക്കും? SO എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലോയിങ് ലിക്വിഡ്. എത്രയാണ്? ഫ്ലോയിങ് ലിക്വിഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് H കണ്ടുപിടിച്ചൂടെ? H equal to Hന് ഇവിടെ എന്ത് ഇക്വേഷൻ ഉണ്ട്? നമ്മൾ ഇതും കൂടി കണക്കാക്കുന്നുണ്ട്. ഇത് ഡാറ്റം ഹെഡും കൂടി കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡാറ്റം ഹെഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ആകെ തന്നിരിക്കുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ഈ കേസിൽ H കണ്ടുപിടിക്കാൻ പറ്റും. അഥവാ ചില കേസിൽ എന്ത് ചെയ്യും? ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഡീറ്റെയിൽസ് തരാതെ പീസോമെട്രിക് ഹെഡിൻ്റെ ഡീറ്റെയിൽസ് തരുവാണെങ്കിൽ എന്ത് ചെയ്യണം? പീസോമെട്രിക് ഹെഡിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. നമുക്ക് x അതായത് 0.22 × 13.6 divided by 1 - 1 ചെയ്താൽ മതി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.77. ഇനി ഡിസ്ചാർജ് റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിച്ചൂടെ? റേറ്റ് ഓഫ് ഫ്ലോ ഈസ് ഡിസ്ചാർജ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു CD × A1 A2 × √2gh whole divided by √A1² - A2². അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.98 × 0.0314 × 0.00785 × √2 × 9.81 × H എത്രയാണ്? 2.77
whole divided by root of 0.0314 square minus 0.00785 square ചെയ്യാം. Okay, so the answer will be Q will be equal to 0.0584 meter cube per second. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക.